അവരിപ്പോൾ പറയുന്നത് എന്തിനാണ് പ്രതിപക്ഷം ഇങ്ങനെ സമരം ചെയ്തത്, നിയമസഭ സ്തംഭിപ്പിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്ന കേട്ടു. നിയമസഭയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് സ്പീക്കറെ മറച്ചത്, ബാനർ കൊണ്ട് സ്പീക്കറെ മറച്ചതാണ് വലിയ അപരാധമായിട്ടൊക്കെ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. തന്നെ മുഖ്യമന്ത്രി ഒരു പ്രതിപക്ഷത്തെ ഒരു MLA അദ്ദേഹത്തിന്റെ നീളക്കുറവ് വെച്ചുകൊണ്ട് പരിഹസിക്കുന്ന ഒരു പരാമർശം അദ്ദേഹം നടത്തി. ആ ബോഡി ഷേമിംഗ് ആണത്. മുഖ്യമന്ത്രി സഭയ്ക്കകത്താണ് നടത്തിയത്. അത് സഭാരേഖകളിൽ നീക്കം ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുക. അത് ചെയ്യേണ്ട കാര്യം കൂടിയാണ്. മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം ഇടതുപക്ഷം എന്ന് പറയുന്നത് അങ്ങനെ അത്തരത്തിലുള്ള ബോഡി ഷേമിംഗ് ഒന്നും നടത്താൻ ഇല്ല, പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്നവരാണ്. അദ്ദേഹം സഭയ്ക്കകത്ത് പ്രതിപക്ഷത്തെ MLA നീളക്കുറവിനെ പരിഹസിച്ചുകൊണ്ട് വലിയ രീതിയിൽ ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. അത് ഇപ്പം തന്നെ വലിയ വിവാദമായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ സമരങ്ങളെയൊക്കെ തന്നെ എന്താ പറയുക, പുച്ഛിക്കുക. ഇവര് പണ്ട് ചെയ്തതൊക്കെ തന്നെ ഇവർക്ക് അറിയില്ലേ. അപ്പോൾ സമരത്തിന്റെ കാര്യങ്ങളൊന്നും ഇവര് പ്രതിപക്ഷത്തെ പഠിപ്പിക്കാനില്ല. ഈ ഒരു വിഷയത്തില് ഇത് സമരമൊന്നും പോരാ എന്നാണ് ഇത് കാണുന്ന വിലയിരുത്തുന്നവരൊക്കെ തന്നെ പറയുന്നത്. പ്രതിപക്ഷത്തിന്റെ സമരം അത്ര ശക്തമല്ല എന്നാണ് വിമർശനം. അപ്പോഴാണ് സഭയിൽ ബാനർ ഉയർത്തി അല്ലെങ്കിൽ സ്പീക്കറുടെ മുഖം മറച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വലിയ രീതിയിൽ രോഷത്തോടു കൂടിയാണ് പ്രതിപക്ഷത്തിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. അതൊന്നും തന്നെ വിലപ്പോകില്ല. ഈ മുഖ്യമന്ത്രി ഇതിന് മറുപടി പറയേണ്ടതാണെന്നേ. മുഖ്യമന്ത്രി സത്യം പറഞ്ഞാൽ രാജിവെച്ച് പുറത്തു പോവുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി രാജിവെച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ VD സതീശന്റെ മേൽ ഈ VN വാസവൻ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ആ സ്ഥാനത്തിരിക്കാൻ ആർക്കുന്നില്ല. കേരളത്തിലെ ജനങ്ങളാണ് പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ പറയുന്നു VN വാസവൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തേക്ക് പോവേണ്ടതാണ്.